പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയ്യിൽ ഹൈവിഷൻ്റെ നാട്ടകം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടകം ഇന്ന് മയ്യിൽ പഞ്ചായത്തിലെ കയറളം ഉറപ്പടി എന്ന സ്ഥലത്ത് കെ മാധവി എന്നവരുടെ വീട്ടിലാണുള്ളത്. മാധവിയച്ചിയുടെ വീട്ടിൽ വരാനുണ്ടായ കാരണം, നമ്മൾ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കമ്പിയും തുണിയുമൊക്കെ ഉപയോഗിച്ച് 5ഉം 6ഉം ഒക്കെയായി മടക്കി പേന പോലെ പോക്കറ്റിലിട്ട് നടക്കുന്ന കുടയും കൊണ്ട് നമ്മൾ നടക്കുന്ന ഒരു കാലത്ത് പഴയ ഓലക്കുട നിർമ്മാണത്തിൽ ഇന്നും 58 വർഷമായി തകൃതിയായി പണി നടത്തിക്കൊണ്ടിരിക്കുന്ന മാധവിയച്ചിയെ കാണാനാണ്. ഈ 2023 ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ മാധവിയച്ചി ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ തരംഗമാണ്. മാധവിയച്ചിയുടെ ഈ ഓലക്കുട നിർമ്മാണത്തെ പറ്റി അറിയാനും ഇതിൻ്റെ പൂർവ്വ ചരിത്രം അറിയാനുമൊക്കെയാണ് നമ്മളിന്ന് വന്നത്. നമസ്കാരം. നമസ്കാരം. ഓലക്കുട നിർമ്മാണത്തെ പറ്റി ഇപ്പോൾ ടി വിയിലൊക്കെ വന്ന് തുടങ്ങിയല്ലോ അല്ലേ? ഫോക്ലോറിൻ്റെ അവാർഡ് കിട്ടിയതിനോടെ ഇത് കിട്ടിയതിന് ശേഷമാണ് ഈ ഓലക്കുട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികളിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് മട്ടന്നൂർ പോളിടെക്നിക്കിൽ നിന്ന്. അവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഓലക്കുട കാണുന്നത്. അവരെല്ലാം ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഈ അവാർഡ് കിട്ടിയതിനോടെയാണ് ഇതൊന്ന് തരംഗമായി മാറിയത്. ഈ മാധവിയച്ചി ഉപയോഗിക്കുന്ന കുട ഏതാണ് ഇപ്പോൾ? സാധാ കുടയല്ലേ? ഞാൻ സാധാ കുട ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് ഇപ്പോഴും ആവശ്യക്കാരുണ്ട്? ആവശ്യക്കാർ നല്ല തെയ്യം തറ അങ്ങനെയുള്ളതിന്, പിന്നെ മാവേലിക്ക്, പിന്നെ ഓരോരുത്തർ ചെറിയ അങ്ങനത്തെ കുടവെല്ലാം ഷോല് ഇത് ഷോ ആണല്ലോ അല്ലെ? അമ്മി, ഉരല് എല്ലാം അങ്ങനെ എത്രയോ കൊണ്ടുപോയി. ചെറിയ കുട കുഞ്ഞി പിള്ളേർക്ക് ബാലവാടിയിലും അങ്ങനെല്ലാം പോകാൻ വേണ്ടിട്ട് അങ്ങനെല്ലാം കെട്ടിക്കൊടുക്കും. ഇപ്പോ എത്ര വയസ്സ്? എനിക്ക് 68 വയസ്സായി. 10 വയസ്സിലെ തുടങ്ങിയ പണിയായത്. 10 വയസ്സെന്ന് പറയുമ്പോ 5ാം ക്ലാസ് ഈ സ്കൂളിൽ പഠിച്ച് ഈ പിന്നെ ഉറപ്പടി കയറളം നോർത്ത് LP സ്കൂൾ തൊട്ടടുത്ത് തന്നെ കാണുന്ന സ്കൂൾ അല്ലേ? അതിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോ ഈ കുട നിർമ്മാണം 5ാം ക്ലാസ് പഠിക്കുമ്പം തന്നെ പഠിക്കുന്നതിനിടയ്ക്ക് അച്ഛനെല്ലാം ഇതിന്റെ ബക്ക് തുന്നാൻ മറ്റേ ഇല്ലി തുടക്കാനെല്ലാം തരും. അത് തന്നെങ്കിലേ നമുക്ക് ഒരു ഇതുണ്ടാവൂല്ലോ. പിന്നെ കൊട എന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ച് ലേശം സാമ്പത്തിക കുറവാണ്. എന്നുവെച്ചാൽ അച്ഛന് 5 മക്കൾ, അമ്മ മരിച്ചു, പിന്നെ എല്ലാരും ആക്കണ്ടേ, അന്നേരം പോറ്റണ്ടേ. അച്ഛന് ഈ കൊടേന്റെ വരുമാനം ഇല്ല. അന്നേരം ഇന്നത്തെ പൈസയും ഉണ്ടാവില്ല. അന്ന് ധാരാളം വേണ്ടി വരും. അന്നേരം കൊട കെട്ടാനൊക്കെ തുടങ്ങിയാൽ കൊല്ലത്തിലും ഒരു എത്രയോ കാലം കൊട തന്നെയാണ്. പിന്നെ കൊട കെട്ട് എന്ന് പറഞ്ഞാല് പിന്നെ സ്കൂളിലെ കുട്ടിക്ക് തേച്ചും വേണം, നാട്ടിക്കാർക്ക് വേണം, തൊപ്പിക്കൊട വേണം, നാട്ടിക്കൊട, ചെമ്പ് കൊട. അത് അച്ഛൻ തനിച്ചാണോ ഇത് ചെയ്യുന്നത്? അച്ഛൻ്റെ ഒപ്പം കൂടും, മക്കളും കൂടും. പിന്നെ അന്നേരം കുറേശ്ശെ ഈ ഓലയെല്ലാം എടുത്തിട്ട് പറയും വെള്ളുവിളിക്ക്, പിന്നെ ഓല തരച്ച് വെക്ക്, പിന്നെ ഇത് പറ്റ് മുറിച്ച് വെക്കണം, പിന്നെ ഇത് കുത്താണിക്കോല് മുറിച്ച് വെക്കണം, അടിയിലിടണം, തടയണം, അങ്ങനെ എന്തെല്ലോ പണി തരും. അങ്ങനെ കുറേശ്ശെ ഏത് ഇപ്പൊ 5ാം ക്ലാസ്സിൽ അച്ഛനെ സഹായിച്ചിട്ട് തുടങ്ങിയിട്ട് എപ്പോഴാണ് സ്വന്തമായിട്ടൊരു കുട ഉണ്ടാക്കിയത്? 5ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടില്ല. ഒരു 10-15 വയസ്സാകുമ്പോ പിന്നെ അച്ഛൻ, അമ്മ മരിച്ചു, എല്ലാം കൂടെ അച്ഛൻ അങ്ങനെല്ലായി. പിന്നെ അമ്മേന്റെ ചേച്ചി ഉണ്ടായിരുന്നു മുല്ലക്കൊടി. ആടെയാ നമ്മള് വളർന്നേന്. 5ന്ന് പോയ പിന്നെ ആടന്നാ വളർന്നത്. അന്നേരം ആടിയും കൊടേന്റെ പണി തന്നെയാണ്. ആടന്ന് മൂത്തമ്മേന്റെ ഒപ്പം പിന്നെ എല്ലാം പോവുകയും പിടിക്കുകയും ഇങ്ങനെ എല്ലാം സഹായിച്ചു കൊടുക്കും. പിന്നെ മൂത്തമ്മ അങ്ങ് പുന്നാട് പോയി. പിന്നെ പുന്നാട് പോയ പിന്നെ ഞാൻ ഒറ്റക്ക് ഞാനും എൻ്റെ ആങ്ങളെ 2 ആളും അങ്ങനെയാണ്. പിന്നെ ഓരോരുത്തർ കൊടുക്ക പറയുമ്പോ ഞാൻ ഇങ്ങനെ എന്റെ യുക്തി കൊണ്ട് പല നോക്കി പഠിച്ചിന്. പക്ഷെ യുക്തി കൊണ്ട് പിന്നെ ഞാൻ അതിന്റെ ഒരു എല്ലാം പഠിച്ചു. അങ്ങനെ ആദ്യമായിട്ട് കുട ഉണ്ടാക്കി, സ്വന്തമായി ഉണ്ടാക്കിയ കുട വിജയം തന്നെ ആയിരുന്നു അല്ല? അതിനെന്തെങ്കിലും ഒരു പരാജയമില്ല. നല്ല അടിപൊളി ആദ്യം തന്നെ അടിപൊളി കൊടാന്ന് പറയുന്നത് നല്ല അടിപൊളിയായി. അത് നാട്ടിക്കാർക്ക് കൊടുത്തു, പിന്നെ ഇത് കുട്ടിയൊക്കെ കൊടുത്തു, അങ്ങനെ കൊടുത്തു. പിന്നെ ആദ്യത്തെ കുട വളരെ അടിപൊളിയായി എന്ന് പറഞ്ഞല്ലോ. 58 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് എല്ലാ കുടകളും അടിപൊളി തന്നെ. പിന്നെ ഇതല്ലേ കൊട, ഇതല്ലേ കാണുന്നില്ലേ? ഞാൻ കെട്ടുന്ന ഇവിടെ എന്തോ ദൈവസഹായം കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വരലില്ല. ഇനിയിപ്പോ നമ്മൾ ഈ വന്ന ഇവിടെ കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാല്, ഇതാണ് ഉത്ഭവം. കുടയുടെ കാലാണ്. ആ കാല് പിന്നെ ഇത് മുറിച്ച് മുളേന്റെ കാല്, ഓടേന്റെ ഇല്ലി, പനേന്റെ ഓല, നയര് പനേന്റെതാന്ന് എടുക്കല്. പക്ഷെ ഇപ്പൊ അത് കിട്ടാൻ പ്രയാസാണ്. അതുകൊണ്ട് പനേന്റെ നരി ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ നൂലിനെ കൊണ്ടാകട്ടല്.
ഇപ്പോഴും ഇതാണ് ഇപ്പം ഇത് കിട്ടാനില്ല. അത് കിട്ടാനില്ല. ഇതെങ്ങനെയാണ് ഈ നായര് അത് നയരി എന്ന് പറഞ്ഞാല് പന കൊത്തിയിട്ടാകുമ്പോ പനേന്റെ ഓലയില്ലേ, ആ ഓല കഴിഞ്ഞിട്ടാകുമ്പോ അതിന്റെ തണ്ടുണ്ടാവും. അതാണോ പനയുടെ ഓല എന്ന് പറയുന്നത്? ഇത് അതിന്റെ തണ്ട്. ഇതിന്റെ തണ്ട് ഉണ്ടാവും. ആ തണ്ട് കൊണ്ടുവന്ന് പിന്നെ നല്ലോണം മൂത്തത് കിട്ടണം, വെക്കാനായത്. അത് കിട്ടിയാൽ തച്ച് നല്ലോണം പിന്നെ പാറക്കിട്ട് തച്ച് അതിന്റെ ചകരി പോലെ ആക്കിയിട്ട് അതെടുത്ത് പിന്നെ അത് വളച്ചിട്ട് വെള്ളത്തിൽ പൊതിർത്ത് എന്നിട്ട് ഇങ്ങനെ കത്തിൻ്റെ ഇതുകൊണ്ട് നീരണം. എന്നിട്ട് എന്നിട്ട് നേരിയതാക്കണം. നല്ല ഉറപ്പായിരിക്കും. നല്ല ഉറപ്പാണ്. പക്ഷെ അത് കിട്ടാനില്ല, ഇപ്പം കുറവാണ്. അത് പനേന്റെ മേലെ നമ്മൾ എങ്ങനെയും എത്തിപ്പിടിച്ച് കൊത്തിയാൽ അതിന്റെ തണ്ടൊന്നും ഇപ്പം കൊത്തുന്നില്ല. ഇപ്പം നൂലിനെ കൊണ്ട് ഇപ്പം എല്ലാം അങ്ങനെയല്ലേ. പിന്നെ അന്നേരം തെയ്യത്തിന് കൊടുക്കുന്നവർക്ക് കല്ലും കരിയെല്ലാം തേക്കും. കല്ല് തയ്ച്ചിട്ടും കരി പിന്നെ ചേരിക്കരി ഒന്നും തയ്ച്ചിട്ടാണ് കല്ലുമ്മനായിട്ട് അതിന്റെ സൈഡിൽ ദേശം തൊട്ട് വരട്ടി കൊടുക്കുക. ഇപ്പം പെയിന്റ് വാങ്ങലാന്ന്, അതൊന്നും വരക്കാൻ കഴിയില്ല, കൈ കടച്ചലും. പിന്നെ അതൊന്നും ഒരു ഏരില്ല. ഇപ്പം ആടിയണി തൊടുമ്പോ എല്ലാം കരിയാവും. അപ്പൊ നമ്മൾ ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കുടകള് പല തരത്തിലുണ്ടോ? ചെറുത്, വലുത്, കുട്ടികൾക്ക് എടുക്കുന്നത്? കുട്ടികൾ ചെറിയതാ. ഇത് തമ്പുരാട്ടിക്ക്, പിന്നെ ഇതെല്ലാം തമ്പുരാട്ടിയൊക്കെ പിന്നെ ഓണത്തിനെടുക്കും. പിന്നെ ഇതൊന്നും എടുത്താലോ ചെറിയ കുട? ആ ചെറിയത് അത് കുട്ടിയക്ക് അപൂർവമായിട്ട് കുട്ടിയക്ക്. അത് ഇപ്പോൾ ആവശ്യക്കാരുണ്ടോ ഇതിന്, ഈ ചെറിയ കുടക്ക്? ആവശ്യക്കാരൻ ഇതിലെ 3 കൊടിയുണ്ടായിരുന്നു ഇവിടെ. 4 എൻ്റെ 4 മക്കൾക്കും ഞാൻ കൊടിയായി കൊടുത്തു. 4 മക്കൾ ഇതേ ബാക്കി. ഇത് മൂത്തോള കൊടിയാണ്. 13 കൊല്ലം കഴിഞ്ഞ 12 കൊല്ലം കഴിഞ്ഞ കൊടിയായത്. 12 കൊല്ലം കഴിഞ്ഞു ആ കൊട. പിന്നെ 2-3 ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇന്റർവ്യൂവിന് വരുന്ന ആൾ എടുത്തിട്ട് പോയിട്ട് പൈസ തന്നിപ്പോ. നമ്മൾക്ക് എടുക്കാനൊന്നും ഇല്ലേ? നിങ്ങൾക്ക് എടുക്കാനില്ല, ഇത് പഴയതാണ്. ഇതാണ് 13 വർഷമായിട്ട് ഉള്ള കുട എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇത് നമ്മൾ പോകുമ്പോ ചിലപ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂക്കാർ വരുമ്പോ കാണിക്കാനുണ്ടാവും. ഇല്ല, 3 കൊണ്ടുപോയിട്ടു ഇന്റർവ്യൂവിന്. ഇപ്പം വന്നിട്ടൊന്നും കൊണ്ടുപോയി. ഇതൊന്ന് നമ്മൾ ഈ സാധാരണ ശീലക്കൊടി ഉണ്ടല്ലോ, അതിൽ കമ്പി മാത്രമായിട്ട് തുണി ഇടാൻ ബാക്കി വെക്കുന്ന പോലെയുള്ള ഒരു കൊടിയാണ് ഇതിലുള്ളത്. ഇത് ഈ രൂപത്തിലാക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഓല ഇത് തെരച്ച്, ഇതെല്ലാം ഓല വലിയത് വേണം, ഇത് ചെറുതാണ്. അത് തെരച്ചില്ല, അത് പൊതിർത്തിട്ട് തിരക്കണം. അത് പനയോല. അത് വെള്ളം നനച്ച് പിന്നെ തലേന്ന് രാത്രി വെള്ളം നനച്ച് വെക്കും. എന്നിട്ട് രാവിലെ എടുത്ത് തെരച്ച് വെക്കും. എന്നിട്ട് പിന്നെ അത് പൊതിയും. അപ്പൊ ഒരു കുട പുതിയ കുട ഉണ്ടാക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടാൽ ഇന്നിപ്പോ അതിന്റെ പണി തുടങ്ങുമോ? എത്ര ദിവസം എടുക്കും? 2-3 ദിവസമൊക്കെ പൂർത്തിയാവൂല്ലോ. അതായത് ഇന്നിപ്പോ ഒരു കുട വേണമെന്ന് പറഞ്ഞാല് ആ കുടക്ക് വേണ്ടിയുള്ള എന്ത് പണിയാണ് ആദ്യം തുടങ്ങുക? ആദ്യം തുടങ്ങുന്നത് നമ്മള് ഇല്ലിന്റെ പണി. കാല് മുറിച്ചിട്ട് കാല് ഇത് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ട് പൊതിർത്താൽ ഇതിന്റെ പല്ല് കിട്ടൂല. ഇതിങ്ങനെ അടന്നു പോകും. ഇതിപ്പം ഒരേ നീളമായിരിക്കില്ലല്ലോ, ആവശ്യത്തിന് നീളം. ഇതിപ്പോ ഞാൻ ഇപ്പൊ കുറച്ച് മുറിച്ചിന് എന്ന് വെച്ചാല് അധികം നീളം വേണ്ട. ഇതിന് വടിയിടുന്നല്ലേ, തമ്പുരാട്ടിക്കെല്ലാം എടുക്കുമ്പോൾ ഇതിന് വടിയിടുമല്ലോ പൊന്തത്തിൽ വെക്കാൻ. അതുകൊണ്ട് ഇനി പിന്നെ അത് നീളം വേണ്ടായിട്ട് ഞാൻ ഇപ്പൊ മുറിച്ചിട്ടാണ് കളി. ആദ്യം ഈ കാലെടുത്ത് കാല് മുറിച്ചിട്ട് വെള്ളത്തിലിടുക. എന്നിട്ട് പിന്നെ ഇല്ലി പിന്നെ ചെറുങ്ങനെ ഇല്ലി അത് ഈ ഓട സജഷൻ ആ ഓട മുറിച്ച് അത് അളന്ന് ഒരു 4-5 ചുട്ടച്ചാൻ വേണം. അത് അളന്ന് കൃത്യമായിട്ട് അളന്നിട്ട് മുറിക്കണം. ഈ ഇല്ലി ആക്കുന്ന സാധനം ഇതാണ്. ഇല്ലിയും വളയലും. വളയല് എന്ന് പറഞ്ഞാൽ ഇത് ഈ സാധനം, ഇത് വളയല്. ഇത് വളയല്, ഇത് കുയ്വളയല്. 2 വ്യത്യാസമാണ്. ഇത് ഇത് വളയല്. ഇതൊക്കെ ആക്കുന്നതാണ് ഈ ഓട. ഇത് എങ്ങനെയാണ് ഈ രൂപത്തിലാക്കുന്നത്? ഈ രൂപത്തിൽ അത് പിന്നെ നമ്മള് ഇങ്ങനെ കൈനെ കൊണ്ട് ഇങ്ങനെ അളന്ന് അത് 5-6 എല്ലാം വേണ്ടി വരും. ഇങ്ങനെയായിട്ട് അത് ഇങ്ങനെയായിട്ട് മുറിച്ച് അത് പിന്നെ അപ്പുറത്ത് മുറിച്ച് അതിങ്ങനെ നടുക്കെ പൊടന്ന് 12 ഇല്ലി വേണം. ആ 12 ഇല്ലിക്ക് ഇത് എത്തൂല, അന്നേരം ഇപ്പുറത്ത് മുറിക്കണം. അങ്ങനെ 12 ഇല്ലി ആക്കും. 12 എണ്ണം വേണം. 12 ഇല്ലി വേണം. അത് മുറിച്ചാക്കിയിട്ട് ഈ ഇത്രയും നേരിയതാക്കുന്നത് എങ്ങനെയാ? വെള്ളത്തിലിടാൻ പറ്റും? വെള്ളത്തിലൊന്നും ഉണ്ട്. അത് ആയിട്ടാകുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുടക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുടക്കണം. അത് കയ്യും പോവും കാലും പോവും. ഇത് ഈ ഇല്ലി ഇതിനെ കൊണ്ട് ആക്കിയ ഇല്ലിയാണ് ഇതല്ല? ഇത് 12 ഇല്ലി. 12 ഇല്ലി വേണം. 12 ഇല്ലിനെ കൊണ്ട് അത് പിന്നെ ഇങ്ങനെ എടുത്ത് 2 എണ്ണം എടുത്ത് അതിങ്ങനെ ഒപ്പിക്കണം. ഇങ്ങനെ ഇതാക്കിയിട്ട് 2 ഒരുപോലെ ആയിരിക്കണം. കണ്ടാ അതിങ്ങനെ ഇങ്ങനെ എടുത്ത് ഒപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് അന്നേരം ഇതിലേക്കൂടെ വന്നില്ലേ കണക്ക് എന്നിട്ട് അവിടെ കരി വരയാ. എന്നിട്ട് പിന്നെ ആദ്യം ഇങ്ങനെ എടുത്ത് വെക്കുക. അന്നേരത്ത് അത് കണക്കാണെങ്കിൽ അത് നടുവായി. അത് 4 ഇല്ലിക്ക് അത് കരി വരയും. എന്നിട്ട് ആ 4 ഇല്ലി കരി വരഞ്ഞ 4 ഇല്ലി നടുക്ക് വെക്കും. എന്നിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിൽ വെച്ചിട്ട്
അത് പിന്നെ ഒരു ഇതിനെ കൊണ്ട് ഇങ്ങനെ റൗണ്ട് എടുക്കും. അതിന്റെ ബേക്ക് കാണുന്നില്ലേ, അതിന്റെ ബേക്ക് ഇതാ കണ്ടാ, ഇതിങ്ങനെ എടുക്കും. ഇതിങ്ങനെ എടുത്തിട്ടാകുമ്പം വേറൊരു കയറിനെ കൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് കാല് കാടന്ന് അടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ചൊറച്ചിട്ട് ഇങ്ങനെ വരണം. വന്നിട്ട് വേണം ഇത് കാല് ഇതിൻ്റെ ഉള്ളിൽ കടുപ്പിക്കുന്നവരെ മരണപ്പണിയാണ്. ഇല്ല, വിട്ട് ചിലത് പൊട്ടും, പക്ഷെ അന്നേരം അത് മാറ്റണം. പിന്നെ അത് മാറ്റാനാവൂല, പിന്നെ അത് കിടക്കെ കൂടി ഇല്ലെല്ലാം വെക്കും. നമ്മുടെ രീതി ഇപ്പൊ നല്ല ഇല്ലി പൊട്ടൂല. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഇങ്ങനെ വീതിയിൽ വരണം, ഒരേ ലെവലിൽ കണ്ട. ഇപ്പൊ വന്നിട്ട് ഒരേ ലെവലിൽ വന്നില്ലേ, അത് കാല്. എന്നിട്ട് കാലിന് ഇത് വേറെ സാധനം ഉണ്ട്, അത് പിന്നെ അത് 4 ഇങ്ങനെ കാലിനുള്ള വേറെ സാധനം എന്ന് പറയുന്നത് ഇതായിരിക്കും. വെള്ളി. അത് പിന്നെ ഈ വെള്ളിന്റെ പിന്നെ വെള്ളി ചീന്തിയിട്ടെടുക്കും. എന്നിട്ട് അത് ചോറങ്ങനെ കളിയില്ല. പനിയോലേന്റെ വെള്ള് അവിടെ ഉണ്ട് അവിടെ, പിന്നെ അത് പനിയോലേന്റെ ഭാഗമാണ് ഇതിന്റെ വെള്ള് പൊളിച്ചത്. അപ്പോൾ നമ്മളിപ്പോ പറയുന്നത് ഒരു ഇത് വേണമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഈ കാല് ഇതേപോലെ ചെയ്തു, ഇത് തയ്യാറാക്കി, ഇത് വെച്ച് ഇപ്പൊ ഈ രൂപത്തിലാക്കി. അതിനുശേഷം ഓല വെള്ളു ഒളിച്ച് വെള്ളത്തിലിട്ട് തെരച്ച് പിറ്റേന്ന് അത് പൊതിഞ്ഞോടുക. ഏത് ഇതാണോ ഈ മേലെ ഇടുന്ന ഓല? ഇതാണ് തിരക്കേണ്ടത്. തെരച്ചിട്ടാകുമ്പോ ഇതാണ് മേലിടുക. ഇങ്ങനത്തെ ഈ ഓലയാണ് തെരച്ച് എടുക്കേണ്ടത്. ഈ ഓലയാണ് ഓല വെച്ചാൽ ഇതിങ്ങനെ പിന്നെ ഓല പൊതിർത്തിട്ടാകുമ്പോ ഇത് കുറച്ച് പദം വരും, നല്ല തണുക്കും, നല്ല. അതിപ്പോ ഇല്ല, ഇപ്പൊ ഒരു ദിവസം ഒന്നും ആ രാത്രി നമ്മൾ നനച്ചു വെക്കും. ഓർഡർ കിട്ടിയിട്ട് എല്ലാം കൂടി ആക്കി ഓല നനച്ചു വെക്കും. നനച്ചു വെച്ചിട്ട് രാവിലെ മഞ്ഞോടുകൂടെ വെള്ളത്തോടുകൂടെ തിരക്കണം. അതിങ്ങനെ തിരക്കൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓല വെച്ചിട്ട് പിന്നെ അതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് 2 കാലിനെ കൊണ്ട് ഇങ്ങനെ കാല് വേണം ആ മുളയം എടുക്കുക, അടിയിലത്തെ മുളയം എടുക്കണം. എന്നിട്ട് ആ ഇതിങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങനെ മറച്ച് വെച്ചിട്ട് തിരക്കുക. ഇതിപ്പോ അനക്കിക്കൂടാ, ഇത് പൊട്ടിപ്പോവും. പിന്നെ എന്നിട്ട് തെരച്ചിട്ടാകുമ്പോ ഇങ്ങനെ ആവുക തേര, അതിങ്ങനെ തിരക്കും. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തെരച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അതിന് വേണ്ട ഇത്. എന്നിട്ടാണ് തെരച്ചതാണ് ഇത്. തെരച്ചത് അവര് പീസ് ബാക്കിയതാണ്. അത് ഇതാണ് ഇതിന് ചെയ്യുന്നത്. ഇതാണ് ഇതിന് ഉപയോഗിക്കുക. അതെങ്ങനെയാണ് ഓരോന്നും ഇത് ആവശ്യത്തിന് നീളത്തിനനുസരിച്ചിട്ട്? ഇത് ഇല്ല, ഇത് കുറവേ ഉള്ളൂ, ചെറിയ കഷ്ണാണ് വെച്ചാല്. പിന്നെ അതെല്ലാം വെള്ളം നനക്കിടന്നാലേ ശരിയാവില്ല. ഇങ്ങനെ വെച്ചാലുണ്ടല്ല നമ്മൾ ഈടിയും എത്തണം. ഇത് അത്ര വലുത് വേണം. ഇത് അതിന്റെ സൈഡിന് വെച്ചതിന്റെ പീസ് മുറിച്ചതിന്റെ. ഒരു സംശയം ചോദിക്കട്ടെ, ഇത് ഇത്രയും വീതി ആകുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഇത്രയും വീതി വേണമെന്ന് പറഞ്ഞില്ലേ, ഓരോന്നായിട്ട് ഓല തിരക്കുമ്പോ വീതി വരും. ഒന്ന് ഇങ്ങനെ വെച്ചു, ഒന്നിപ്പം ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു. എന്നിട്ട് അതിന്റെ മേലെ കൂടെ മറ്റേ മടമ്പാക്കിട്ട് ഇപ്പുറം വെച്ചു. അത് യോജിക്കാൻ നേരം പിന്നെ വിട്ടുപോകാതെ അതുണ്ട്. അത് പിന്നെ ഇതിങ്ങനെ ഇത് വലിയ ഇത്ര വരെ ഉണ്ടാവുമല്ല, ഇതിങ്ങനെ മറച്ച് പിടിച്ചിട്ട് വേറൊരു പീസ് കൂടെ കയറ്റി കൊടുക്കും. അതിനാണ് പിന്നെ ഇത് വിട്ടുപോയില്ല, അതിനാണ് പക്കെന്ന് പറയാം. അങ്ങനെ വരുമ്പോ അന്നേരം ഇത് എന്നിട്ട് ഇവിടെ എന്നിട്ട് തർപ്പിക്കാൻ വേണ്ടി പിന്നെ ഇത് ഓരോരു ഇപ്പൊ ഇത് വെള്ളം മുറിച്ചിട്ട് പറ്റുന്നാ പറയാ. പറ്റ് മുറിച്ചിട്ട് ആടിയാക്കും. ഇതാണ് ഇതിന് ഉപയോഗിക്കുക. ഒന്നിന്റെ ഉള്ളിൽ ഇതിങ്ങനെ വെച്ചിട്ടായില്ലേ, ഇതിങ്ങനെ ആയി വെച്ചു. എന്നിട്ട് വേറൊരു പീസും കൂടെ വലിയ പീസ്, പിന്നെ അതിലും വലിയ പീസ് ഇതിന്റെ മണ്ടക്ക് വന്നില്ലേ, ഇത് മണ്ട വന്നില്ലേ, ആ ഓപ്പോസിറ്റ് ആയിട്ട് ആ മണ്ട ഇപ്പുറം പോയിട്ട് വേറൊരു വലിയ ഓല വെക്കും. അത് ഇതിന്റെ അടിയിൽ വേറെ വന്നിട്ട് ഇതിനെ കൊണ്ടാണ്. എന്നിട്ട് വേറൊരു സാധനം ഈ ഓല ഇതിങ്ങനെ ആക്കിയിട്ട് അത് പിടിക്കണം. ഇങ്ങനെ ഉള്ളിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അതിന് കുത്താനാണ് ചെറിയ പറ്റ്. അത് ഇഷ്ടംപോലെ വരും. അതും ഈ മുളന്റെ ഇത് തന്നെയാണ്. അത് പിന്നെ പനേന്റെ അതാ ഇതിന്റെ. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ എന്നിട്ട് ബയ്യ ഇത് കഴിഞ്ഞിട്ടാകുമ്പം ഇത് എല്ലാം ഇത് ഇങ്ങോട്ടായി എല്ലാം ഇങ്ങനെ ആയി അതിന്റെ ബക്ക് ഫുള്ളായിട്ട് തുന്നും. അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇതിലൂടെ വെള്ളം താഴോട്ട് ഇല്ല. അത് അതിന് ഈടെ വെച്ചിട്ടാകുമ്പം ഇത് മരത്തി വെച്ചിട്ടാകുമ്പം പിന്നെ കുറെ ഇങ്ങനത്തെ ബാലുണ്ട്, ഇങ്ങനത്തെ ഇത് അത് ഇങ്ങനെ വെച്ചിട്ടാകുമ്പം ഇതിങ്ങനെ തേച്ചും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ചെരുതി കൊടുക്കും തേച്ചു. അപ്പൊ ആ ഉള്ളിലുള്ള അല്ലെങ്കിൽ വെള്ളം വരുമൊന്നും ചെയ്യില്ല, വെള്ളമൊന്നും വരില്ല. അങ്ങനെ വെച്ചില്ലേ. ഇനിയിപ്പോ അത് പിന്നെ ഇത് വലിയ പോലെയല്ലായിട്ടാണ്, ചെറിയതായിട്ട്. വലുതാ നിങ്ങൾ കാണിച്ചു തരുന്നു. അത് വലുത് ഞാൻ അതും കൂടി ആയിക്കഴിഞ്ഞാല്
എന്നിട്ടാകുമ്പോൾ അതിങ്ങനെ തേച്ചും പാലിട്ട് എന്നിട്ട് പോയി ഇങ്ങനെ വലിച്ചെല്ലാം നല്ല മടക്കി നല്ല കൃത്യമായിട്ട് തുന്നി ഇതെല്ലാം മുറിച്ച് നല്ല പീസാക്കി ഇങ്ങനെ കഷ്ണം വെച്ച് ഇങ്ങനെ തുന്നി എന്നിട്ട് പിന്നെ അതങ്ങനെയാവും. ഇതുവരെ നമ്മൾ വെച്ചു ഇത് ഉറപ്പിക്കുന്ന നമ്മൾ ഇപ്പൊ ഈ ആണി എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് ഈ പറ്റ് എന്ന് പറയുന്നത്. പറ്റ് ഈ പനേന്റെ തന്നെ ഇതിനെ കൊണ്ടാണ് ഇത് ഇവിടെ ഉറപ്പിക്കുന്നത്, രണ്ട് ഓല തമ്മിൽ ഉറപ്പിക്കുന്നത്. അപ്പൊ ഇതായി കഴിഞ്ഞാൽ ഇങ്ങനെയായി ഈ രൂപത്തിലായി. ഈ രൂപത്തിൽ പൊതിഞ്ഞു തുന്നിയതാ പറ്റ്. പിന്നെ ഇനിയിപ്പം ഇതിപ്പോ പൊതിഞ്ഞിട്ടാ ഇതിനെ കൊണ്ടാണ് ഇതെല്ലാം ആക്കുക. ഇനിയിപ്പോ ഇതിന് വെള്ളി വെച്ച് ഈ സൈഡിൽ വെച്ച ഈ സാധനമാണ് ഇതല്ലേ, ഇതിന് വരുന്നു അതിന്റെ പേര് കുത്താണി. ഇതിങ്ങനെ ഇത് വിട്ടുപോകുന്ന ഈ സൈഡില് അത് വിട്ടുപോകുന്നതായിട്ടാണ് ഇത് വെക്കുന്നത് അല്ലേ, ഇങ്ങനെ വെക്കുന്നത്. ഇതൊന്നും ഇവിടെ എങ്ങനെ വെക്കുന്നത്, ഒന്ന് ഇതിൽ വെറുതെ ഒന്ന് നോക്കാം നമുക്ക്. ഇതാണ് കുത്താണി എന്ന് പറയുന്നത്. ഈ സൈഡിലുള്ള ഇത് വിട്ടുപോകുന്നതായിട്ട് കുത്താണി. എന്നിട്ട് ഇത് പിന്നെ പൊതിഞ്ഞിട്ടാകുമ്പോൾ തുന്നുമ്പം അതാ വെള്ളുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതെടുക്കും ആ വെള്ള്. അത് തേച്ചും വേണ്ട, ഇത് മാത്രം മതി. ഇത് മാത്രം കെട്ടിയ മാത്രം ഇങ്ങനെ രണ്ടെണ്ണം വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇങ്ങനെ ബക്കിന് നനച്ചു കൊടുക്കുക. മറ്റു പൊടിഞ്ഞു പോകും പദം വരാൻ. ഇത് പണി തീരാത്ത കൊടയല്ല അല്ലേ, ബാക്കിയുള്ളതല്ലേ? ബാക്കിയുള്ളത് ഇതിങ്ങനെ ഓലയെടുത്ത് ഇതിപ്പോൾ കാണുന്ന നിങ്ങൾക്കിപ്പോൾ നല്ലോണം പണി തോന്നി. ഇതിങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മളെന്ന് എടുക്കാന്ന് വെച്ചാൽ ആണി എടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ എടുക്കും. ഇത് ആണി എന്ന് പറയുന്നത് ഇല്ല, വേറെ ഉണ്ട് നമുക്ക് ഇത് കുത്താണി. ഇതിനെ കൊണ്ട് ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെയാണ് കുട തുന്നുന്നത്. നല്ല ക്ഷമ വേണം. അങ്ങനെ തുന്നി കഴിഞ്ഞിട്ടാകുമ്പോൾ അതാവുക. ഇപ്പോൾ മതിവെച്ച് ഇപ്പോൾ ഒരു കുട തുന്നാൻ നോക്കി, അതെല്ലാം കഴിഞ്ഞ് ഫിനിഷായ ഒരു കുടയാണ് ഇത്. ഇത് നേരത്തെ ഇപ്പൊ പറഞ്ഞത് മടക്കി വെച്ച് ചെയ്ത് കട്ട് ചെയ്ത് വൃത്തിയാക്കി. ഇനിയിപ്പൊ ഇത് എന്നിട്ടാകുമ്പോ വെള്ളം കയറാതെ ഇത് എത്താതെ കൊണ്ട് നമ്മള് വേറൊരു കഷ്ണം അത് എത്തൂല, എത്താഞ്ഞിട്ടല്ല, പക്ഷെ അത് അതിനൊരു മടങ്ങി വരൂല. അതിന് ഇവിടെ ഒരു പീസ് വേണം, ആടെ ഒരു പീസ് വേണം. ഇത് 2 ഓല 4 ഓല വേണം. 4 ഓലയും കുറെ ഇങ്ങനത്തെ അതിന്റെ ഈ സൈഡ് തേച്ച് ചെരി വെച്ചത് ഇങ്ങനത്തെ ബാലാന്നുണ്ടതാ. ഞാൻ പറഞ്ഞ നേരത്തതാ, ഇവിടെ ഒരു വാരി അങ്ങനെ അങ്ങനെ 5 വാരി. അപ്പൊ ഒരു കൊട വേണമെന്ന് നമ്മള് വൈകുന്നേരം പറഞ്ഞാല് മറ്റന്നാളത്തേക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോ ആയി കിട്ടും. ഇന്നെടുക്കുന്ന നീക്കാണ്ടാണ് മുഴുപ്പിച്ച്. മുഴുവൻ സമയം എടുത്താലേ ഒരു ദിവസം കൂടുതൽ വേണം. ഒരു ദിവസം ഇനി എന്ത് മുഴുവൻ എടുത്താലും അതിൽ ചിരണ്ടിക്കയില്ല. ഇത് ചിരണ്ടാനാണ് പണി. ഇത് പൊളന്നിട്ട് ചിരണ്ടാൻ അത് ചിരണ്ടി ഫിനിഷാക്കിയിട്ട് നായര് പൊട്ടിപ്പോവും അതിന്റെ മുരുകൊണ്ട്. ഇത് ഈ ചെയ്യുന്നതിനേക്കാളും പണി ഇതെല്ലാം തയ്യാറാക്കി വെക്കാനാണ് പണി. ഒരു കുട വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഓലയൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും? സ്റ്റോക്കാക്കി വെക്കും. എവിടുന്ന് ഇപ്പൊ ഇവിടുന്ന് ഇത് കിട്ടുന്നത്? ഇപ്പം അത് ഞാൻ പറഞ്ഞ ഏച്ചിരിക്കുന്നത് കൊണ്ടുവരും. അല്ല, പഴയതുപോലെ ഇത് കിട്ടാൻ ഇല്ല. പഴയതുപോലെ കിട്ടാൻ എവിടെയെങ്കിലും പോണം. ഇതെങ്ങനെ സ്റ്റോക്ക് അവിടെ പോവില്ല? സ്റ്റോക്ക് വെച്ചാ പോവും. അപ്പൊ സ്റ്റോക്ക് വെച്ചാല് പിന്നെ നമുക്ക് നല്ലൊരു ഏരിക്കാണെങ്കിൽ പീസാക്കിയിട്ട് അടുപ്പിന്റെ അടുക്ക് എവിടെയെങ്കിലും വെച്ചാൽ ചിലപ്പോൾ പറ്റും. പണ്ടെല്ലാം മുല്ലക്കൊടിന്ന് പിന്നെ നമ്മൾ എടുക്കാച്ചാല് ഓല ബാക്കിയുള്ള ഓല തേരച്ചിട്ട് അടുപ്പ് ചെരിഞ്ഞിക്കിടും. അത് മേലത്തെ ഓലയെ കറക്കൂലു. ബാക്കി നല്ല ചെമ്പ് ഒളിയും പോലെ നല്ല അതൊന്നും ഇപ്പൊ കൊടുത്തു വീടുണ്ടായി. ഇപ്പം അതുകൊണ്ട് ഇപ്പൊ ഈ പിന്നെ കാവുകളില് അതേപോലെ ഓണത്തിന്റെ സമയത്തെല്ലാം വേണമെന്ന് പറഞ്ഞല്ലോ, ആ സമയം നമ്മൾ ശേഖരിച്ച് വെക്കും, ഓല കൊണ്ടുവെക്കും. ഇപ്പൊ ഈ കുട ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഈ തൊപ്പിക്കുട അങ്ങനെ നാട്ടിക്കുട എന്നെല്ലാം ഇതിന്റെ വേറെ ഭേദങ്ങളുണ്ട്. തൊപ്പിക്കുട കെട്ടലുണ്ട്, പക്ഷെ ഇപ്പൊ ആരും ആവശ്യക്കാരുടെ അത് ഈ വയലില് ഈ കാലി കൂട്ടുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നതല്ലേ? അതെങ്ങനെ ഈ തലയുടെ അളവൊക്കെ എങ്ങനെയാ? അത് തലേന്റെ അളവ് ചിലപ്പോ നമ്മളെ അളവ് തന്നെ മതി. അത് പിന്നെ ഇത് മുറുകിനെങ്കിൽ മുറുക്കായിപ്പോയെങ്കിൽ നമ്മൾ ബക്ക് ലേശം കീറിയിട്ട് അത് കുറച്ച് അകത്തിയിട്ട് വേറെ ഒരു പീസ് വെച്ചു അങ്ങനെ അന്നേരം ആക്കും.
ഇല്ലെങ്കിൽ പിന്നെ അവര് കുറച്ച് ലൂസാണെങ്കിൽ അവര് തലയെ കെട്ടിയിട്ട് അതിന്റെ വേണ്ടി വരും. അങ്ങനെയാണ് അത് ആക്കി വെക്കുന്നല്ലേ, അല്ലാതെ ഒരാളിപ്പോ ഞാൻ വന്ന് പറഞ്ഞ എന്റെ തലേന്റെ അളവിന് വേണം അങ്ങനെ കിട്ടും. അതിപ്പോ ഉപയോഗിക്കുന്നില്ലല്ലോ, അതിപ്പോ വന്നപ്പോ പിന്നെ ഇതിന്റെ ആവശ്യം അതൊന്നും വേണ്ട. നാട്ടിക്കൊടക്ക് വരാം മറ്റേ റെയിൻ കോട്ടായി. നാട്ടിക്കൊടക്കും വേണ്ട. ഇക്കെല്ലാം കുറ്റ്യാട്ടൂർ സ്കൂളിൽ നിന്ന് ഒരു മാഷ്, നമുക്കിഷ്ടം മാഷ്, ഏതൊരു മാഷ് വന്നിന് പണ്ട് 35 കൊല്ലം അപ്പുറം ഒരു ചെമ്പ് വടി എടുത്തിട്ട്, ചെമ്പ് വടി അവരെ കാലുണ്ടാവൂല, വലിയ ഉരുളി വട്ടളം പോലത്തെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എത്ര പൈസ ആയാലും വേണ്ട, ഞാൻ പറഞ്ഞു എല്ലപ്പം ഇത് പൊതിയാനൊന്നും ആവൂല, അല്ല നിങ്ങൾ പുതിയതാക്കണം എന്ന് പറഞ്ഞു. ഞാനിത് ചെമ്പുവടാക്കിയിട്ട് ഓറെ വിളിച്ചിട്ട് കൊടുത്തേ. പുതിയൊരു ചെമ്പുവട, അതിന് ചെമ്പുവട എന്ന് പറയാം. വലിപ്പം കൂടുതലല്ലേ? അതിന് ഏരിയയിലും വലിപ്പം പണി ഇത്ര വേണം. ഇങ്ങനെ അതിങ്ങനെ സമയം എടുക്കുമല്ലോ, കുറേ സമയം. സമയം എടുക്കും. പക്ഷെങ്കിൽ അത് പൊതിയാലും ഒരു കാലൊന്നും കരണ്ടത്താണ പോലെ താവൂല, ഭയങ്കര വിഷമാണ്. കുറച്ച് ആഴമുള്ള മാതിരി ആയിരിക്കുമല്ലോ അല്ലേ? അവര് ഇങ്ങനെ ഒരു ആയുണ്ട്, ഇങ്ങനെ ഇത്രയായിട്ടൊരു കുറച്ചിങ്ങനെ ചെമ്പല്ല, വലിയ ചെമ്പ്, നമ്മളെ ചോറെല്ലാം വെക്കുന്ന വലിയ ചെമ്പില്ല, ആ ചെമ്പ് പോലത്തെ. ഈ നാട്ടിക്കൊടയും ചെമ്പുകൂടയും തമ്മിൽ രണ്ടും ഉപയോഗിക്കുന്നത് നാട്ടിക്ക് തന്നെയാണ്. നാട്ടിക്ക് തന്നെ. മറ്റേതാകുമ്പോ ഈ ചുമരിലിങ്ങനെ ഇങ്ങനെ സൈഡിലൂട്ടെ വെക്കണം. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊത്തിയാല് ഒന്നും ആവൂല, തരി ഇടിയും അത്രക്ക് വലുത് വേണം. മാത്രല്ല മറ്റേതുമാതിരി ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് വിഷയമില്ല, ഫ്രീ ആയിട്ട് പണി ചെയ്യാൻ പറ്റും. മറ്റേതിങ്ങനെ പിന്നെ നടുമറ്റേ കൂടിയാ വെക്കുക, ഇങ്ങനെ നടുമറ്റേ കൂടെ ഇങ്ങനെ വലിയ മറ്റേ ചെറിയ കൂടെയാകുമ്പോ ഇങ്ങനെയാ വെക്കുക നമ്മുടെ നാട്ടിൽ. ഇങ്ങനെയാ വെക്കുക, ഇങ്ങനെ വെക്കും. അതും വലിയതായിരിക്കും. പക്ഷെ മറ്റേ കൊടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊത്തിയാല് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാം, എല്ലാം ചെയ്യുകയും ചെയ്യാം. നീരുമ്പോ തലയിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, കാറ്റും തട്ടൂല, വെയിലും തട്ടൂല, കാറ്റിനെടുത്ത് പായും. ഇത് കാറ്റിന് തട്ടും. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ വലിയ തെയ്യത്തിനെല്ലാം പിടിക്കുമ്പോ വലിയ ഇങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ ഉയരത്തിൽ, അത് ഇതേ വലിപ്പത്തിൽ ഇതിന്റെ അടിയിൽ വടി അത് വലിയ വടി അവര് ചെത്തിയിട്ട് അങ്ങ് കയറ്റി കൊടുക്കും. ഈ ഇതിന് വേറെ എപ്പോഴും ഈ ഓരോന്നും നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് മാറുന്നുണ്ടല്ലോ, ഇതിലെന്തെങ്കിലും ചിത്രപ്പണി ചെയ്യോ അല്ല കളർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നുണ്ട്. അകത്തുണ്ട് ഇവിടെ ചോപ്പ്, ഇവിടെ കറുപ്പ്, ഇവിടെ ചോപ്പ്, ഇവിടെ കറുപ്പ്, അങ്ങനെ അത് ഇവിടെ കറുപ്പ്, ഇവിടെ ചോപ്പ്, അങ്ങനെ കാവുകളിലൊക്കെ ആവശ്യമുള്ളത്. കാവുകളിൽ അത് കൊടുക്കണം. മുൻപ് പഠിക്കുന്ന സമയത്ത് ഓലക്കൊടിയല്ലേ ഉപയോഗിച്ചതല്ലേ? അന്നേരം വേണ്ട. അല്ല അന്നേരം നമ്മൾ ഈ പേരൊക്കെ ഇപ്പം ഈ കൊടയില് പേരെഴുതുന്ന പോലെ ഈ കുറെ ഓലക്കൊട സ്കൂളിന്റെ പുറത്ത് വരാന്തയിൽ ഇങ്ങനെ വെച്ചിട്ട് കാണാറുണ്ടല്ലോ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ ഈ പേപ്പറിൽ പേരെഴുതിയിട്ട് ഇവിടെ ഇറക്കി വെക്കുന്നു അല്ലേ, ആളുകൾ മനസ്സിലായി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അത് മാറിപ്പോകാണ്ടിരിക്കാൻ വെക്കും. പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ മേലെ കൂടെ പേരെഴുതി വെക്കും, കടലാസ് പിള്ളേർ പറിച്ച് കളയുന്നേ. ഇത് ഒരു കുട ഇപ്പൊ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വെച്ച് കഴിഞ്ഞാല് എത്ര ഇപ്പൊ 13 കൊല്ലം അത് പറഞ്ഞു, എത്ര കാലം വരെ നിൽക്കാൻ സാധ്യതയുണ്ട്? അത് നമ്മളെ സൂക്ഷ്മതം പോലെയാണ്, സൂക്ഷിക്കും പോലെയാണ്. നമ്മള് പിന്നെ എത്ര വരെയാ സൂക്ഷിക്കുക? അത് നല്ല വൃത്തിക്ക് ഒരു അടിയടി കൊണ്ട് ചാടറ്, മഴ നനഞ്ഞാൽ അത് ഉണക്കിയിട്ട് അടങ്ങും വെക്കുക. ഇപ്പം മഴ നനയാൻ ഇപ്പം വെക്കുന്നില്ലല്ലോ, മഴ ഉണങ്ങാൻ പാടാന്നല്ലേ? നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ കുറച്ച്. ഇത് ഈ പ്രാണികളോ അല്ല ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും? അത് കൊത്തം വരും, അത് ഉരല് വരും. ഉരല് വരും അത് ഇതായി പോകും, പൊടിയാവും. പക്ഷെ അത് നല്ലതല്ലേ, ഇപ്പൊ ഇതൊന്നും വരൂല. ഈ മുളയില്ലേ, മുളയും നമ്മളെ വേറെന്തെങ്കിലും ഈ മുളക്ക് തേക്കോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ കുറെ നാൾ നിൽക്കാൻ വേണ്ടി? അല്ല ഞാനൊന്നും ചെയ്യല്ല, കൊടുത്തവര് ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിൽക്കും. ഈ അവാർഡ് കിട്ടിയതിന് ശേഷമാണോ ആളുകള് പിന്നെ? അല്ല, അതിന് മുന്നിലും ഉണ്ട്. ഇപ്പൊ അവാർഡ് കിട്ടിയ പിന്നെ ലോകത്ത് എല്ലാരും ഏതെല്ലോ നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അവാർഡ് കിട്ടിയതിന് ശേഷം ഈ കൊടേന്റെ ഓർഡർ കുറെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ? വരലുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് കണക്കായിട്ട് ഈ സാധനങ്ങൾ പോയിട്ട് സാധനങ്ങൾ കിട്ടാതെ ലേശം എനിക്കൊരു ഇതാണ്. ഇപ്പം സുഖമില്ലല്ലോ. നമുക്കിപ്പോൾ ഇതിപ്പം ലോകത്തെ എവിടുന്നും ആളുകൾ കാണുന്നതാണല്ലോ. ആർക്കെങ്കിലും അങ്ങനെ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാധവേച്ചി തയ്യാറാണ്. മാധവേച്ചിക്ക് സൗകര്യമുള്ള രീതിയിൽ അല്ലേ പഠിപ്പിക്കണം. ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവർക്ക് സൗകര്യമുള്ള രീതിയിൽ സമയത്താണെങ്കിൽ പഠിപ്പിക്കാൻ തയ്യാറാണ്. ആര് വന്നാലും തയ്യാറാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മളെല്ലാം കട കയ്യാനായിരുന്നു. എന്നിട്ട് ഒരു തലമുറ വേണ്ടേ, ഓലക്കൊട വേണ്ടേ? അതുകൊണ്ട് എനക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ്. ആരും പഠിക്കുന്നില്ല എന്നേ. പിന്നെ ഇതിൻ്റെ ഉത്ഭവം എങ്ങനെ ഉണ്ടായിന്നറിയാം. നമ്മളെ ഓർപ്പടി ജിജു ഇല്ലേ, കലാകൂട്ടായ്മ ജിജു ആണ് എന്നെ രംഗത്തേക്ക് എത്തിച്ചിന്.
ഈ ആളുകൾ അറിയുന്ന രീതിയിൽ ജിജു ആണോ? ഓനാണ് ഫസ്റ്റിൽ ഇവിടെ കൊടേന്റെ പിന്നെ ഇതെല്ലാം ആയി ആദരവും കാര്യമെല്ലാം തന്ന് ഓനാണ് ഇതിന്റെ ഫസ്റ്റിലത്തെ ഇത് ഓനാണ്. പിന്നെ എല്ലാരും ജിജുവാണ് എന്റെ ഏറ്റവും ഫസ്റ്റ് തന്നെ സോൺ ഹോട്ടല് ഇങ്ങനെയുള്ള കുറെ ഇവരൊക്കെ ആദരിച്ച് പല പിന്നെ ജിജുവാണ് ഫസ്റ്റ് എനിക്ക് ഇവിടെ അന്നേരം എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിട്ട് ഇവിടെ വന്നിട്ടാണ് അവര് കുറെ ആള് വന്നിട്ട് ഇതിന്റെ അകത്തുനിന്നാണ് ആദരിച്ചിട്ട് പോയി. അതാണ് ഉദ്ഘാടനം. ഇത് സാധാരണ നിലത്തിരുന്നിട്ടല്ലേ ചെയ്യുന്നത്? അതെ, നിലത്തിരുന്നിട്ട് കുറെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിനല്ലേ നടുവിന് എല്ല് തഴിഞ്ഞു പോയത്. ആണല്ലേ? കുട ഉണ്ടാക്കിയിട്ടാണ് എല്ല് കൊട എന്നല്ല എല്ലാ പണിക്കും പോയി. ഞാനൊരു പണിയെടുക്കാതെ ഒരു പണി ഇല്ലിക്കൊന്നും പറ്റില്ല. മാധവച്ചന്റെ എല്ലിന് തൈമാനം വന്നു എന്ന് വെച്ചാൽ അധികം ഇരുന്നാലും നന്നല്ലപ്പാ. ഇത് ഇരിക്കുമ്പോ ഭക്ഷണവും കഴിക്കൂല. ഇത് ഒരുങ്ങട്ട് ഉണങ്ങിപ്പോന്ന സംഗതിയല്ലേ. അന്നേരത്ത് ഇതിപ്പോ ഒരു വളച്ചിട്ട് ആക്കണ്ടിരിക്കും. ഇത് കയ്യട്ട് വെച്ചിട്ട് അപ്പത്തേക്ക് സമയം 3 മണിയാവും. അപ്പൊ ഒരു കുട നമ്മൾ തുടങ്ങിയില്ലേ, അത് പകുതി എന്തെങ്കിലും ഒരു ഇല്ലി വളച്ചു വെക്കുന്നതോ അല്ല പകുതി ആയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടാകാതെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ? അല്ല, ആവൂല. ഇതൊന്നും ഈ കാലെല്ലാം ചൊറക്കാൻ നിന്നാലുണ്ടല്ല, ഈ കാലെല്ലാം ചൊറക്കാൻ നിന്നാലേ കുട്ടികൾ വീണാല് വരെ എണീറ്റൂടാ. പിന്നെ ആദ്യം ചെയ്യേണ്ടി വരും. പിന്നെ അത് ആദ്യം തേച്ചൂരിപ്പോവും. അത് ഒരു മുറുക്ക ഈ കൈന്റെ ബലമ്പാണ്. കൈനെ കൊണ്ട് പിടിച്ചിട്ട് പടി ഇതിങ്ങനെ ആക്കണ്ടിക്കല്. മാധവച്ചന്റെ കുടുംബത്തെ പറ്റി ചോദിച്ചാലേ ഇടക്ക് കുടുംബത്തെ പറ്റി പറഞ്ഞിരുന്നു. കുട്ടികൾക്കൊന്നും ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? എത്ര കുട്ടികളാണ്? എനിക്ക് 2 കുട്ടികളാണ്. ഒരു മൂത്തത് മോൻ, ഇളയത് മോള്. സജേഷ്, മോള് നിമിഷ. മോള് ഇപ്പൊ ഇവിടെ ഇല്ല. സജേഷ് എന്താ മെക്കാനിക് ഞാന് കണക്കൂടെ ശരി. ഇപ്പൊ അമ്മക്കാണെങ്കിൽ ഇപ്പം ഓലക്കുട നിർമ്മാണം. ഇപ്പോ ഒന്നാമത് നമ്മൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ആടെ കാലിന് കുത്തു ഇതല്ലോ. നമ്മന്നറിയാം ആണിന്ന് പറയുന്ന സാധനം മറ്റേ ആണിനേക്കാളും അപകടം. ഇതെല്ലാം കാലിന് കൊണ്ട് കഴിഞ്ഞാൽ ആകെ സൂയിപ്പാന്ന്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇത് അമ്മ ഉപയോഗിക്കുന്ന ഈ പനേന്റെ ആണി, മറ്റേ സജേഷ് ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് കണ്ടമാനം സ്ക്രൂ ആണ്. ഇത് കാണുന്നില്ല കട്ടിന്റെ അടിയോ എല്ലാടി തന്നെയാണ്. പിന്നെ ഒന്നാമത് ഇത് നോക്കിയിട്ടുണ്ടോ ഈ കുട നിർമ്മാണം എങ്ങനെയാണ്? നോക്കിയിട്ടുണ്ട്. പക്ഷെ അമ്മ ഈ പറഞ്ഞ കൈവച്ചിട്ടില്ല. കൈവച്ച് ഒരു പ്രാവശ്യം ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നോക്കിയ സമയത്ത് ഇതിപ്പം അമ്മ ഇത് വളച്ചെടുക്കുന്നതാണ്. സജേഷ് ഇപ്പൊ ഇതിൽ ഇറങ്ങാത്തത് ഇതിൽ താല്പര്യമില്ലായിട്ടാണോ അല്ല ക്ഷമയില്ലാത്തതുകൊണ്ടാണോ? ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ക്ഷമയാന്ന് പറഞ്ഞു. ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത് ഇതെല്ലാം വളച്ചെടുക്കോ ഒളിച്ചെടുക്കോ എന്നെല്ലാം പറഞ്ഞാൽ എന്താ പറയാ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പാന്ന് വെള്ളം കൊടുത്തു. പണ്ട് ഈ തുപ്പറെല്ലാം കുടിച്ചാൽ ഇരിക്കുന്നതാണ്. കാരണം ശരി നമുക്കൊരു അങ്ങനെയല്ല. അതല്ല എനിക്ക് തോന്നുന്നത്, ഇപ്പൊ മാധവേച്ചി പറഞ്ഞത് ചെറുപ്പത്തിലെ അച്ഛന്റെ അന്നേരം വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. അപ്പൊ അച്ഛൻ ഇത് ചെയ്തു വരുന്ന ആ രീതിയിൽ സജേഷ് അതായത് സജേഷിന്റെ അച്ഛൻ. നമ്മളെ ഓർമ്മയില് സജേഷിന്റെ അച്ഛനും അറിയില്ല. ഇല്ല. അപ്പൊ എനക്കും ഇത് ഇനിയിപ്പോ അമ്മേന്റെ ഒരു ടൈമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ആൾക്കാർ വരൂലേ, അതല്ലേ പ്രശ്നം. ഇത് നമുക്ക് കൊടുക്കണ്ടേ, നേരം പഠിക്കണം എന്നുണ്ട്. പിന്നെ അമ്മ ഇപ്പം പറഞ്ഞു മക്കൾക്കെല്ലാം എന്താ പറയാ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ട് പറഞ്ഞു. അപ്പൊ ഇത് ആചാരങ്ങള് ശരിക്കും നമ്മൾ തന്നെ കൊടുക്കണം. നമ്മളൊരു കാവല് കൊടുക്കണം, നമ്മള് ആചാരപരമായിട്ട് നമ്മൾ കൊടുക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ അമ്മ ഇപ്പം മുഴുവൻ സമയം ഒരു ദിവസം മുഴുവനൊക്കെ ഇതിൽ ഇരിക്കുന്നത്, ഇവിടെ മുഴുവൻ ഇതിന്റെ ഓല ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ആർക്കാന്ന് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പൊ ചെറിയ മാറ്റം വന്നല്ലേ? ഈ മാറ്റം വന്ന വെച്ചാൽ അംഗീകാരങ്ങൾ കിട്ടി. അപ്പൊ അതിന് നമുക്കൊരു എന്താ പറയാ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ല ഇങ്ങനെയുള്ള ഇതിനോട് താല്പര്യമുള്ളവരുണ്ട് എന്ന് മനസ്സിലായി. ഉണ്ട്. ഇപ്പൊ കുട്ടികൾ വന്നല്ലോ, കുട്ടികൾ തേടി വന്നു. അപ്പോ അനേകം യൂട്യൂബേഴ്സ് വന്നു, ചാനലുകാർ വന്നു. മാധവേച്ചിന്റെ മോനാന്ന് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതെ, ഓലക്കൊടി ഉണ്ടാക്കുന്ന മാധവിന്റെ മോൻ എന്നുള്ള ഒരു അഡ്രസ് സജേഷന് വന്നു. സജേഷ് റിപ്പയർ ചെയ്യുന്നത് ഹൈടെക് സംവിധാനങ്ങളാണല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത് TV, ഫ്രിഡ്ജ്, മറ്റേ അത്ര സംഗതികളെല്ലാം റിപ്പയറിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി ഇതുണ്ട്, ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സാധനം അല്ലേ? ഇത് സംബന്ധിച്ച് അമ്മേനെ സംബന്ധിച്ച് പാരമ്പര്യമായി കിട്ടിയൊരു കലാപരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ഷമ കിട്ടും. നമ്മളിപ്പം ഇനി പെട്ടെന്ന് പറയുന്നെങ്കിൽ പല ചൈനക്ക് അങ്ങോട്ട് ഓർഡർ കൊടുത്തിട്ട് ഞാൻ മെക്കാനിക് ആയതുകൊണ്ട് ഞാൻ കടന്നു ചിന്തിക്കുന്ന വ്യക്തിയാണ്. കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇതെല്ലാം കൂടി നമുക്കൊരു ഇതിന്റെ ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മളെ സുഹൃത്തുണ്ട് ചൈനയിൽ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അപ്പൊ ഇതിപ്പോ അമ്മ പറഞ്ഞു ഇത് നിർത്തി വെക്കുന്ന കോടിയാ. ഇതിപ്പോ നമുക്ക് നിർത്തിയിട്ടേ പറ്റും. ഇതിപ്പം ശരിക്കും നമുക്ക്
ടെക്നോളജി വെച്ച് കൊടുത്തിട്ട് ഇത് മടക്കി ഉപയോഗിക്കാം. അതാ ഞാൻ പറഞ്ഞത്, സജഷന്റെ ഈ ടെക്നോളജിയും അമ്മയുടെ ഈ സ്കില്ല് ഉപയോഗിച്ചിട്ട് മടക്കിയിട്ട് ഉപയോഗിക്കും. ഇത് സംഭവം എന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പൊ ഒരു 4 കുട വീട്ടിന്റെ അകത്ത് കെട്ടി വെച്ചാൽ നമുക്ക് വഴി പോകാൻ കഴിയില്ല. അല്ല, അത് പെട്ടെന്ന് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ചൈനയിൽ നിന്ന് സാധനം ഇതേപോലെ വന്നേക്കും. അതെ. പക്ഷെ രസപ്പൊ കാണുമ്പോ നമുക്കൊരു എന്താ പറയാ, അമ്മക്കൊരു അംഗീകാരം. സജേഷ് ഈ ഓലക്കൂടെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലല്ലോ സ്കൂൾ പഠിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക്, ഇത് മാറിയിട്ടില്ല? ഇല്ല, ഞാൻ കൊടുക്കുന്ന ജോൺസ് നമ്മൾ തായ്വാനിൽ നിന്ന് ഇറക്കുന്ന അസംബിൾ ചെയ്യുന്ന നല്ല സാധനം. അതാകുമ്പോ നമ്മള് വിബ്ജിയർ ബാഗ് അല്ലെങ്കിൽ മറ്റേ ദാസാട്ടിന്റെ വിളിയെല്ലാം പോയാൽ ആടെ കിട്ടും. അത് വേറൊരു സംഗതി നമ്മളിപ്പം പുറമേല്ലാം പോകുമ്പോൾ കാണുന്നത്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ കുടകൾ ഈ ചന്തയിലൊക്കെ, സൂപ്പർ മാർക്കറ്റിലും ഈ ഉത്സവ ചന്തയിലൊക്കെ ഉണ്ട്, ചെറിയ വളരെ ചെറുത്. അത്തരം കുടകള് ഇതല്ല, ഇതിനേക്കാളും ചെറുതുണ്ട്. ഇതിനേക്കാളും ചെറുത്. ഒന്നത്. മറ്റൊന്ന് ഇപ്പൊ ഈ ഐസ്ക്രീം പാർലർ ഇവിടെയൊക്കെ വലിയ കുട വെച്ചിട്ട് അതിന്റെ താഴെ ഇരുന്നിട്ട് ആളുകൾ കഴിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഇപ്പൊ പഴമയിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തും വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഇത് ഉപയോഗിക്കാം. ഈ ഓലക്കുട ആയിക്കൂടെ, എന്തായിക്കൂടെ, ആരെങ്കിലും പറഞ്ഞാൽ അതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അതെല്ലാം ഉള്ള സൗകര്യം എല്ലാം വേണപ്പാ. അതെല്ലാം വലിയ കുടാന്ന് വെച്ചാൽ വലിയ കുടയല്ലേ വരുന്നത്. ഈ ചെറിയ കുടാന്ന് പറഞ്ഞിട്ടില്ല, ഇതിങ്ങനെ ഈ വളക്കുമ്പോ, ഇതിങ്ങനെ വളച്ച് പിടിക്കുമ്പം ഈ കൈയിന്റെ വിരലിയുടെ നൂവണം, എന്നാലേ ഇത് മുറി കിട്ടൂലോ. അത് ഇതിന്റെ ഉള്ളിൽ വിരല് നൂല. അത് എങ്ങനെയെങ്കിലും കട്ട. വലിയ കുടേന്റെ 3 ഇരട്ടി പണിയാണ് ചെറുതിന്. ഇതിപ്പോ ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷോപ്പിൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഷോപ്പിലെല്ലാം കൊടുത്താൽ നല്ലൊരു ഇത് കിട്ടൂല എന്നല്ല. ഷോപ്പ് കൊടുക്കണ്ടിക്കില്ലേ, ഇത് ആള് പറയും ഇങ്ങനെ ഈ പൊടി പോലത്തെ കുടക്ക് ഇത്ര ഇത് 2 ദിവസം നിന്നാലും 3 ദിവസം നിന്നാലും ഇത് ഒരുങ്ങി കിട്ടൂല. അത്രക്ക് പണിയാണ്. വലിയ കുടേനേക്കാൾ അക്കണക്കിന് ചെമ്പ് കൊടുക്കാൻ അത്ര പണി പിടിച്ചിട്ടില്ല. അതിനെക്കാട്ടും പണി കുറവ് അതിലും കൂടുതലായത് ചെമ്പ്. ഇനിയിപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതല്ലാതെ എന്തായാലും ഒരു പഴയ പാട്ട്, നാട്ടിപ്പാട്ടോ നാടൻ പാട്ടൊക്കെ പാടുമെന്ന് തോന്നുന്നുണ്ട് സംസാരം കേൾക്കുമ്പോ. നമുക്കൊരു ചെറിയ നാടൻ പാട്ടിൽ അങ്ങ് നിർത്തിക്കളയാം. എനിക്ക് നാടൻ പാട്ടൊന്നും തിരിയില്ല, മറന്നു. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പോലിച്ച് കാത് കുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാത് കുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. കുന്നത്തങ്ങാടി ഷാപ്പിൽ പോയി പള്ള നിറയെ കള്ള് കുടിച്ച് ആടിയാടിയപ്പ വരും നിൻ അമ്മാവന്മാര് പൊന്നേ, ആടിയാടിയപ്പ വരും നിൻ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ. അത് വെച്ച് നല്ല ഉഗ്രം പാട്ട്. ഇതുപോലെ കുറേ പാട്ടുകൾ മാധവിയച്ചിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ ഒരു പാട്ട് കൂടി പാടിച്ചിട്ട് വിട്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം ഈ ഓലക്കുടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചതിന്, അതും ഇപ്പോൾ നടുവിൻ്റെ ഡിസ്കിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കസേരയിൽ ഇരുന്നത്. ആ ഒരു പ്രയാസത്തിനിടയിലും നമ്മളോട് ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചതിൽ വളരെയധികം നന്ദി സജേഷ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാധവിയച്ചി ഉണ്ടാക്കിയ ഓലക്കുടയാണിത്. ഈ ഓലക്കുടയുടെ തണലിൽ 58 വർഷമായി മാധവിയച്ചി ഈ കുട നിർമ്മാണവുമായിരിക്കുന്നു. ഇതിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ഇപ്പോൾ പറഞ്ഞു തന്നു. ഇനിയും ഇതുപോലുള്ള കുടകൾക്ക് ആളുകൾ കൂടുതലുണ്ടാവട്ടെ. മാധവിയച്ചി ഇപ്പോൾ അവസാനം നല്ലൊരു പാട്ട് പാടി, ഇതുപോലുള്ള പാട്ടുകൾ പാടി ഇനി ശ്രദ്ധ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിഷയവുമായി വീണ്ടും കാണാം.